I am Lesinder's YouTube ചാനലിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഹായ് എവരിവൺ. ഇപ്പം +1 ഫിസിക്സിലെ വർക്ക് എനർജി ആൻഡ് പവർ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൽ അടുത്തായി പറയുന്നത് വേരിയസ് ഫോംസ് ഓഫ് എനർജി. വേരിയസ് ഫോംസ് ഓഫ് എനർജി. വേരിയസ് ഫോംസ് ഓഫ് എനർജി, അതായത് ഡിഫറെൻറ്റ് എനർജികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പറയുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഹീറ്റ് എനർജി. ഹീറ്റ് എനർജി നമുക്ക് കേട്ട് പരിചയമുള്ള ഒന്നാണ്. ഇത് ടെമ്പറേച്ചറായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഒന്നാണ്. നമുക്കറിയാം ഹീറ്റ് എനർജി എന്നൊക്കെ അത് സെൻസ് ചെയ്യണമെങ്കിൽ നല്ല ടെമ്പറേച്ചറുള്ളിടത്ത് നല്ല ഹീറ്റ് എനർജി അത് പുറത്ത് വിടുന്നുണ്ട് എന്നൊക്കെ പറയാം. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് നല്ല ടെമ്പറേച്ചർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നല്ല ഹീറ്റ് എനർജി കൂടുതലാണെന്നൊക്കെ പറയാം. ഹീറ്റ് എനർജി ടെമ്പറേച്ചറായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. ഹീറ്റ് എനർജി ടെമ്പറേച്ചർ ഇതിനെ കുറിച്ചൊക്കെ വേറെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫോം ഓഫ് എനർജി എന്ന് പറയുന്നത് ഹീറ്റ് എനർജി. പിന്നെയുള്ള ഒരു ഫോം ഓഫ് എനർജി എന്ന് പറയുന്നത് കെമിക്കൽ എനർജി. അതായത് കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെയുള്ള ഒരു എനർജിയാണ്, അതിനായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു എനർജിയാണ് എന്ത്, കെമിക്കൽ എനർജി എന്ന് പറയുന്നത്. നമുക്കറിയാം എൻഡോതെർമിക് റിയാക്ഷൻ കെമിസ്ട്രിയിൽ പറയുന്നുണ്ട്. എൻഡോതെർമിക് റിയാക്ഷൻ, അതുപോലെ എക്സോതെർമിക് റിയാക്ഷൻ തുടങ്ങിയവയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് എനർജി റിലീസ് ചെയ്യും, എനർജി അബ്സോർബ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഏതിനായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്, കെമിക്കൽ എനർജിയായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പോൾ ഒരു ഫോം ഓഫ് എനർജി എന്ന് പറയുന്നതാണ് കെമിക്കൽ എനർജി. പിന്നെയുള്ള ഒരു ഫോം ഓഫ് എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒന്നാണ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ കറണ്ടായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. പിന്നെ ഒരു സംഭവം പറയാനുള്ളത് ഇക്വലൻസ് ഓഫ് മാസ് ആൻഡ് എനർജി. അതായത് മാസും എനർജിയും റിലേറ്റഡ് ആണെന്നുള്ള ഏത് ഇക്വേഷൻ മനസ്സിലാവും, ഐൻസ്റ്റീൻ്റെ E=mc². അതായത് മാസിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം, എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ള ഒരു സംഭവമാണ് E=mc² എന്നുള്ള ഇക്വേഷൻ. ഇക്വലൻസ് ഓഫ് മാസ് ആൻഡ് എനർജി, അതായത് മാസും എനർജിയും റിലേറ്റ് ആയി കിടക്കുന്ന ഒന്നാണ്. മാസും എനർജിയും എന്ന് പറയുന്നത് റിലേറ്റ് ആയി കിടക്കുന്നതാണ്. ഈക്വലൻസ് ഓഫ് മാസ് ആൻഡ് എനർജി ഉപയോഗപ്പെടുത്തി ഉള്ള ഒരു എനർജി ഫോമാണ് ന്യൂക്ലിയർ എനർജി. ഈ മാസും എനർജിയൊക്കെ റിലേറ്റ് ആയി കിടക്കുന്ന ഒന്നാണ് ഏത്, ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. ന്യൂക്ലിയർ എനർജി അതായത് ഫിഷൻ ആൻഡ് ഫ്യൂഷൻ ബോംബ്, അതൊക്കെ ഏതാണ്, ന്യൂക്ലിയർ എനർജിയാണ്. അതിലൊക്കെ ഉണ്ടാകുന്ന ഒന്ന് എന്ന് പറയുന്നത് ന്യൂക്ലിയർ എനർജിയാണ്. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ്, അതായത് കോമൺലി കാണപ്പെടുന്ന കുറച്ച് ഫോംസ് ഓഫ് എനർജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഹീറ്റ് എനർജി, കെമിക്കൽ എനർജി, അതുപോലെ ഇലക്ട്രിക്കൽ എനർജി, അതുപോലെ ന്യൂക്ലിയർ എനർജി. ഇത് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് കൺസേർവ്ഡ് ഇഫ് ഫോഴ്സസ് ഡൂയിങ് വർക്ക് ഓൺ ഇറ്റ് ആർ കൺസർവേറ്റീവ്. അതായത് ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഫോഴ്സുകളും കൺസർവേറ്റീവ് ആണെങ്കിൽ അവിടുത്തെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ജനറലി നമുക്ക് എങ്ങനെ പറയാം, കൺസർവേറ്റീവ് ഫോഴ്സ് ഒന്നല്ല, ഏത് ഫോഴ്സ് ആണെങ്കിലും ജനറലി ഈ കൺസർവേഷൻ ഓഫ് എനർജി എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി പറഞ്ഞു. മെക്കാനിക്കൽ എനർജി അല്ലാതെ തന്നെ ഹീറ്റ്, കെമിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി,
അതുപോലെ ന്യൂക്ലിയർ എനർജി, അങ്ങനെ കുറേ എനർജികൾ ഡിസ്കസ് ചെയ്തു. ഇതെല്ലാം എല്ലാ എനർജിയെ സംബന്ധിച്ച് ഉള്ള ഒന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നത് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി, അതൊരു പ്രത്യേക കേസിലായിരുന്നു പറഞ്ഞിരുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഇതിനു മുമ്പ് പറഞ്ഞ ഒരു കാര്യമായിരുന്നു. ഇതിനു മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇവിടെ പറയാൻ പോകുന്നത് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, അതായത് ജനറലി പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താണെന്ന് പറയാം. ദ ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം is constant. Total energy of an isolated system is constant. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. ദ ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഈ എനർജി എന്ന് പറയുന്നത് എല്ലാ എനർജിയും ഇതിൽ കൂട്ടും. അതായത് ഹീറ്റ് എനർജിയോ അല്ലെങ്കിൽ ഏത് ഫോം ഓഫ് എനർജി, എല്ലാ എനർജിയെ സംബന്ധിച്ച് എല്ലാത്തിനെയും ഒരുമിച്ച് പറയുന്നതാണിത്. ദ ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ്. അതായത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എടുത്താൽ അതിൻ്റെ ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അതിൻ്റെ ടോട്ടൽ എനർജി എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അതാണ് ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ്. ഇതിനായിട്ട് റിലേറ്റ് ചെയ്ത ഒന്നാണ് നമ്മൾ പലയിടത്തും പറയുന്ന ഒരു കാര്യം. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്. Energy can neither be created nor destroyed. Energy can neither be created nor destroyed. അതാണ് അത് ഇതിനായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അതായത് എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ. അതായത് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനേ നമുക്ക് എനർജിയെ പറ്റുള്ളൂ. അതിനെ ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ നമുക്ക് പറ്റില്ല. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്. അതിനായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്. അതായത് എനർജിയെ ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ. അതായത് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് അതിനെ ട്രാൻസ്ഫോം ചെയ്യാനേ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറഞ്ഞു ഇത്രയും കാര്യം. ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഇത്രയുമാണ് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.